തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന അനുഭൂതിയാണോ എന്നോ അതല്ല കുറ്റബോധത്തിന്റെയും ഒന്നുമില്ലാത്ത ശൂന്യമായ പ്രവർത്തനങ്ങളുടെയും നിരാധനങ്ങളായിരുന്നോ എന്ന് സ്വയം ആലോചിക്കുകയും സ്വന്തത്തെ കുറിച്ച് വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. സലഫ് സ്വാലിഹീങ്ങൾ 6 മാസക്കാലം നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടാണ് റമദാനിൽ പ്രവേശിച്ചത്. ആ റമദാൻ ജീവിതത്തിൽ അവസാന റമദാൻ ആണെങ്കിൽ അതൊരു സ്വീകരിക്കപ്പെടുന്ന റമദാൻ ആകണേ എന്ന ആത്മാർത്ഥമായ തേട്ടത്തോടെ ലഭിക്കുന്ന ഓരോ നന്മയുടെ അവസരങ്ങളെയും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയവരാണ് അവർ. നമ്മൾക്ക് റമദാൻ തുടങ്ങിയപ്പോൾ ആശ്വാസവും ആവേശവും ഇപ്പോൾ നമ്മൾക്കൊരു സാധാരണ മാസം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സമീപനങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഒക്കെയാണ്. നമ്മിൽ ആർക്കാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സമ്പത്ത് കൊണ്ട്, സാമ്പത്തിക അവസ്ഥ കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളത്? നമ്മുടെ കടങ്ങളൊക്കെയും നമ്മുടെ ദാരിദ്ര്യമായ പ്രശ്നങ്ങളൊക്കെയും തീർന്നു കിട്ടണമെന്ന് ആർക്കാണ് താല്പര്യമില്ലാത്തത്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമായി നമ്മളെ പഠിപ്പിക്കുന്ന ലളിതമായ ഒരു കാര്യമാണ്. യബ്ന ആദം തഫറഅ ലി ഇബാദതി, ആദമിന്റെ പുത്ര അഥവാ മനുഷ്യ, നീ എന്നെ ആരാധന ചെയ്യാൻ വേണ്ടി ഒന്ന് ഒഴിഞ്ഞിരിക്കണം. അങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ അംല സുദറക ബിൽ ഐന, ഞാൻ നിന്റെ മനസ്സ് ധന്യത കൊണ്ട് നിറച്ചു തരും. നിനക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തികരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. ഞാൻ നിന്റെ ദാരിദ്ര്യത്തെ പരിഹരിക്കാം. നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാം. ഇത് ബിൽഗേറ്റ്സിനും അംബാനിക്കും ഒക്കെ പൈസ കൊടുത്ത അതേ പടച്ചോന്റെ വർത്താനാണ്. നിങ്ങൾ കുറഞ്ഞൊരു സമയം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കി, എങ്കിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങളെ മുഴുവൻ ഞാൻ പരിഹരിച്ചു തരാമെന്ന് ഒരാൾ നമ്മൾക്ക് ഉറപ്പ് തരും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യം. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ ദിനരാത്രങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾക്ക് നെടുവേർപ്പെടുക എന്നതല്ലാതെ എത്ര പേരാണ് അതിന്റെ ആത്മാർത്ഥമായൊരു സൗരഭ്യത്തെ നുകർന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അവനവനോടൊക്കെ ചോദിക്കണമെന്ന് ഞാൻ പറയാം. നമ്മള് എല്ലാ മാസവും 10 നമ്മുടെ ഉള്ളിലൊക്കെ നന്നാകണം എന്നൊരു ആഗ്രഹവും താല്പര്യവും ഒക്കെ എത്ര ഉണ്ടായിരുന്നു പടച്ചോ നോക്കുക. നന്നാകണം താല്പര്യമുള്ള എല്ലാ സാഹചര്യവും അന്ന് ഒരുക്കി. നമ്മൾ അതിങ്ങനെ പകല് കുറെ ജോലിയും നമ്മുടെ തിരക്കും നമ്മുടെ മൊബൈലുകളും, രാത്രികൾ നമ്മൾ പിന്നെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികളും ചെമ്മീൻ തേച്ച മാങ്ങയും സോഡയുമായിട്ട് പോയാൽ ഈ റമദാനും കൂടി നമ്മൾക്കൊരു നഷ്ടത്തിന്റെ റമദാനാകുമെന്ന് മാത്രം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ജീവിതത്തിൽ കുറെ ഇന്നലകളിലേക്ക് തിരിഞ്ഞാൽ കഴിഞ്ഞ 10-11 മാസക്കാലം നമ്മൾക്കൊക്കെ എന്തായിരുന്നു പണി എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കടയിൽ ചെന്നിട്ട് എന്താ കാക്കോ വൈകി, ഞാനിങ്ങനെ ഇബാദത്തിന് വേണ്ടി കുറെ ടൈം ഇരുന്നോണ്ട് വൈകി പോയതാന്ന് ആരും പറഞ്ഞിട്ടില്ല. തിരിച്ചുണ്ടാവും, എന്റെ പള്ളിക്ക് ഇല്ല, എന്റെ ജോലി കൊണ്ട് വരാൻ പറ്റിയില്ല ഇത് പറഞ്ഞ ആൾക്കാരുണ്ടോ? എന്റെ മകളെ കെട്ടിക്കാൻ പൈസ ഇല്ല, എങ്ങനെ പൈസക്ക് പോയത് കാക്കോ? ഞാന് സക്കാത്തും സ്വതക്കും കുറെ കൊടുത്തിങ്ങനെ ആയിപ്പോയതാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് വീട് പണി ഫുള്ളാക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ പള്ളി ഉണ്ടാക്കാൻ പൈസ സഹായിച്ചിട്ടാണ് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പള്ളിക്ക് നടന്ന് പോയി എന്റെ കാൽമുട്ട് തേഞ്ഞു പോയി എന്നൊരു വെല്ലുമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളെ കയ്യ വേദനായത് മുസാഫ് പൊക്കിയിട്ടുമില്ല. നമ്മൾ ഉടനീളം കഴിഞ്ഞ 10-11 മാസക്കാലം പ്രവർത്തിച്ചതൊക്കെ ദുനിയാവിനാണ്. ആ ഓടി നമ്മൾ അള്ളാഹു ഒന്ന് തിരികെ വിളിക്കുക. നമ്മൾ കരിവാളിച്ചു പോയ ദുനിയാവിന് വേണ്ടി ഓടിയപ്പോഴാണ് കല്യാണത്തിനും സൽക്കാരത്തിനും അങ്ങാടിക്കും നടന്ന് കാലുമുട്ടും തേഞ്ഞു പോയത്.
പാത്രം പൊക്കി പെണ്ണുങ്ങളെ കൈ വേദനയായതാണ്. നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട പരലോകത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ആലോചിച്ചപ്പോഴും ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ഭാവി, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, മകളെ കല്യാണം, മകന്റെ ജോലി, ഇതേ നമ്മുടെ ആവലാതികൾ. നമ്മൾ ഇതിലാണ് ഉടനീളം ജീവിച്ചു തീർത്ത് അതേപോലെ ഒരു മാസം കൂടി നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരായി തീരുമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹു എല്ലാ ദിവസവും റമദാൻ രാത്രി നരകത്തിൽ രക്ഷപ്പെടുന്ന മനുഷ്യരുടെ പേരെഴുതുന്ന ആ ദിനരാത്രങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു രാത്രിയിലെങ്കിലും നമ്മുടെ പേരുകൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് അതിനോളം പടച്ചറപ്പിന്റെ മുമ്പിൽ നിന്ന് വിതുമ്പി പൊട്ടി കരയാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. രാജാവ് വിളിക്കുമ്പോൾ അടിമ ഉറങ്ങരുത്. രാജാവ് വിളിച്ചു പറയുന്ന വർത്തമാനം, ആരെന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുവോ ഞാൻ അവൻ പുറത്തു തരാം. മയ്യദുഊനി, ആരെന്നോട് പ്രാർത്ഥിക്കുമോ ഞാൻ അവന് ഉത്തരം തരാം. ആരെന്നോട് എന്തു ചോദിക്കുമോ ഞാൻ തരാം. ഇത് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് സ്വർഗം ചോദിച്ചത്? നമ്മൾ എത്ര വട്ടമാണ് പടച്ച റബ്ബിനോട് പാപമോചനം തേടി? ഇത് നമ്മൾ റമദാൻ കിട്ടിയവരാണ്, റമദാൻ ലഭിച്ചവരാണ്. ഈ റമദാൻ നമ്മൾ വിട പറഞ്ഞാൽ നമ്മൾ ഏതു കൂട്ടത്തിൽ കൊടുത്ത് സ്വയം ഗൗരവമായിട്ട് ആലോചിക്കേണ്ടവരാണ്. നമ്മളെ ഗൗരവമായിട്ട് ചിന്തിക്കുക. അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റം ഇനിയുള്ള ദിവസം ഇനി അവശേഷിക്കുന്നതിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മൾക്ക് പറ്റണം. അതിഗൗരവം എന്താ പറയാ, നീ എന്നെ ആരാധിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ വർത്തമാനം, ഞാൻ നിന്റെ കൈകൾ ജോലികൾ കൊണ്ട് നിറക്കും. ഒഴിവുണ്ടാവില്ല, തിരക്ക് പിടിച്ച ഓട്ടാവും, ഒന്നുമൊന്നൊന്നുമൊക്കെ ഇങ്ങനെ പേർന്ന് കിട്ടാത്ത ജീവിതവും. എന്റെ ജമാഅത്തിന് തിരക്കാണ്, ഒഴിവില്ലേ? തിരിച്ചു ആലോചിച്ചോക്കെ, ഞാൻ ജമാഅത്തുകൾക്ക് വേണ്ടി ടൈം കണ്ടെത്താത്ത കാരണം കൊണ്ടാണോ എന്റെ ജീവിതം ഇങ്ങനെ തിരക്ക് പിടിച്ചതായിരുന്നു? അള്ളാന്റെ വർത്തമാനം, തിരക്ക് പിടിക്കും, ഒന്നിനും ഒഴിവുണ്ടായി. പിന്നെ അശുദ്ധ ഫഖ്ർ, ഞാൻ നിന്റെ ദാരിദ്ര്യം പരിഗണിക്കില്ല. പടച്ചോൻ തീർക്കുന്നതിനുള്ള വർത്താനമാണ്. അത് നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ മാറ്റിവെക്കുന്ന സമയങ്ങൾ വെറുതെ ആവില്ല. ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്ന നിമിഷങ്ങൾ വെറുതെ, ഞാൻ മുസല്ല ഇരുന്നുകൊണ്ട് ദിക്റുകൾ ചൊല്ലുന്ന സമയം വെറുതെ, ഒന്നും എല്ലാം തരുമ്പോൾ നമ്മൾ തൃപ്തനാകും. നമ്മൾ അധ്വാനങ്ങളുടെ ഒക്കെ റിസൾട്ട് അല്ലാഹു കാണിച്ചു തരും. നമ്മൾ പെർഫെക്റ്റ് ആകുന്ന പഠിച്ചോൻ പറയുന്നത്, പെർഫെക്റ്റ് ആകാൻ ശ്രമം എടുക്കുക, ഒരു എഫേർട്ടുകളുടെ ഭാഗത്ത് നിന്ന് വരട്ടെ എന്ന് പഠിച്ചോൻ പറയണം. ആ എഫേർട്ടുകൾ നമ്മൾ സ്വീകരിക്കണം എന്നാണ് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ റമദാൻ നഷ്ടമാകരുതേ എന്ന്. സീസണാണ്, കച്ചവടക്കാരൻ സീസണല്ല, റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും പാപമോചനത്തിന്റെയും സീസണാണ്. ആ സീസണിൽ മനോഹരമായിട്ടൊന്ന് ഉപയോഗപ്പെടുത്താൻ പോകുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ. നമ്മളെ ഫുഡ് ഫെസ്റ്റിവൽ ആക്കി മാറ്റില്ല. നമ്മളിങ്ങനെ 13 മണിക്കൂറിന്റെ വിശപ്പ് നമ്മൾക്ക് തീരാൻ 5 മിനിറ്റിന്റെ ഭക്ഷണം മതി. ആ 5 മിനിറ്റിന് വേണ്ടി നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും അടുക്കള 5-6 മണിക്കൂർ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്ന് സഹായിക്കണം. റമദാനോട് നമ്മുടെ അടുക്കള സിസ്റ്റന്റ് ആയിട്ട് വരിക വേണ്ടി ഒരു രീതി നമ്മൾ കൊണ്ടുവന്ന റമദാന് ശേഷം ഫോളോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറണ വേണ്ടി. പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹം തണുത്ത കുടിനീരാണെന്നാണ്. നമ്മൾ നിറഞ്ഞ തീന്മേശകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു. പലസ്തീനിലെ മക്കൾ കുട്ടി ചോദിച്ചല്ലോ, നോമ്പ് തുറക്കാനോ ഒന്നുമില്ല, അത്താഴത്തിനൊന്നുമില്ല, ഞങ്ങൾ നോമ്പ് പടച്ചോ സ്വീകരിക്കോ? അപ്പൊ നമ്മളിങ്ങനെ കഴിച്ചതിന്റെ ദഹിച്ച് കിട്ടാൻ സോഡക്ക് മേലെ പിന്നെയും പിന്നെയും ആവശ്യമായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക ഒക്കെയും ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ബോധ്യം നമ്മൾ ആത്മാർത്ഥമായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ചും ആലോചിച്ചും സ്വന്തത്തെ കുറിച്ച് വിചാരണ ചെയ്തും ദിവസവും മുഹാസബത്ത് നടത്തിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ഖുർആന്റെ മാസം എത്ര പേർക്ക് സ്വന്തമായിട്ട് മുസാഫ് ഉണ്ടാവുന്നു? സ്വയം ആലോചിക്കും. 150 റുപ്യക്ക് ഇടവണ്ണത്തെ ബുക്ക് സ്റ്റാളിൽ പോയാൽ ഖുർആൻ കിട്ടും. മുസാഫ് 150 റുപ്യ.
പരിഭാഷക്ക് 800 റുപ്യക്ക് പരിഭാഷ. നമ്മൾ എത്ര പേർക്ക് സ്വന്തമായിട്ടൊന്നുണ്ട് ഈ റമദാൻ കൊണ്ടെങ്കിലും അതെങ്കിലും അത് നമ്മൾക്കൊന്ന് സ്വന്തമായിട്ടൊന്ന് പറയാൻ ഉണ്ടാകണം എന്നാണ് ആത്മാർത്ഥം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി കിട്ടുന്ന അവസരങ്ങൾ നന്മയിലൂടെ വിനിയോഗപ്പെടുത്തണേ എന്ന് വീണ്ടും എന്നോട് ആദ്യം ഞാൻ പറയുന്നു. നിങ്ങളോട് ആത്മാർത്ഥമായി കൊണ്ട് ഉപദേശിക്കുന്നു. ഉപദേശിക്കാൻ അർഹനല്ലെങ്കിലും ഒരു സംസാരം എന്ന പോലെ പറയുന്നു. ഗൗരവമായി കൊണ്ടത് അറിയണം, മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളറിയാം, നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും നമ്മുടെ കാതിന് ഇമ്പമുള്ളതല്ല, കണ്ണിന് കുളിർമയുള്ളതല്ല. ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ടും കേട്ടും വായിച്ചും പഠിച്ചുമൊക്കെ ഇന്ന് യുദ്ധ കോലാഹല വാർത്തകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അകലെയാണ് എന്ന് നാം കരുതിയ പലതും നമ്മുടെ സഹോദരങ്ങൾ പോലും, നമ്മുടെ ഭർത്താക്കന്മാരും ഉപ്പമാരും നമ്മുടെ മക്കളും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോലും അതിന്റെ ദുരന്തങ്ങൾ എത്തുന്നു, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ഉള്ള നേരിക്കൊണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസരത്തെ ദുനിയാവിലുടനീളം പ്രദാനം ചെയ്യുമാറാകട്ടെ. നിർഭയത്വം എന്ന് പറയുന്ന, അമ്നി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹത്തായ സമ്മാനം ലോകർക്ക് എല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥകളെ അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا في كل مكان. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في كل مكان. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.